ഹായ് ഓൾ SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. കേരള PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നിരവധി നോട്ടിഫിക്കേഷൻസ് കേരള PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ നിങ്ങളെല്ലാവരും കാത്തിരുന്നത് പോലെയുള്ള നോട്ടിഫിക്കേഷൻസ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. ടീച്ചിങ് വാക്കൻസീസ് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കേട്ടിട്ട് ബാച്ചിന് നിങ്ങളിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കേട്ടിട്ട് PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ PDF അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ സെറ്റ് ഹിസ്റ്ററിക്കും ക്ലാസ് കൊടുക്കുന്നുണ്ട് PDF ബാച്ച്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും HSA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണ് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഡിസ്ട്രിക്ട് വൈസ് ജനറലിൽ നമുക്ക് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഡിസ്ട്രിക്റ്റ് തലത്തിൽ, ജില്ലാ തലത്തിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിൽ കാണിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഡിസ്ട്രിക്ട് വൈസ് ജനറൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ഡിസ്ട്രിക്ട് വൈസിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 24/2025 എന്ന് പറഞ്ഞ ഇതിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 14 ഡിസ്ട്രിക്റ്റിലും വിളിച്ചിട്ടുണ്ട്. HSA സോഷ്യൽ സയൻസ്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 4th ജൂൺ 2025 ജൂൺ 2025 ജൂൺ 4-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം വിളിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം വിളിച്ചിട്ടുണ്ട്. കാസർഗോഡിലാണ്. ഓക്കെ, കാസർഗോഡ് ജില്ലയിലാണ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം വിളിച്ചിട്ടുണ്ട്. അത് പാലക്കാടാണ്. ഓക്കെ, അത് പാലക്കാടാണ്. അതുപോലെ ഫാർമസിസ്റ്റ്, മോഡേൺ മെഡിസിൻ, ആയുർവേദ തെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ് ഗ്രേഡ്, ലൈൻമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ടീച്ചിങ് വാക്കൻസീസ് പറയാനുള്ളത് HSA സോഷ്യൽ സയൻസ് ആണ്. മറ്റേത് ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം, മറ്റേത് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം എന്നുള്ളതാണ് മറ്റ് 2 നോട്ടിഫിക്കേഷൻസ്. അതുപോലെ ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് NCA നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. NCA വിളിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ്. ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വിളിച്ചിട്ടുണ്ട്. ഈഴവ, തീയ, ബില്ലവ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോടാണ് ഡിസ്ട്രിക്റ്റ്. അതും ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 4th ജൂൺ 2025 ഓക്കെ, 2025 അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വിളിച്ചിട്ടുണ്ട്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ NCA ആണ് വിളിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വീണ്ടും SSCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി ആണ്. അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. വീണ്ടും അറബിക്ക് തന്നെയാണ്. ഷെഡ്യൂൾ കാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. 7 ഡിസ്ട്രിക്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ആ ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം ധീവര സെക്ഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം വിളിച്ചിട്ടുണ്ട്. അതും SSCക്കാർക്കാണ്, കാസർഗോഡ്. ഓക്കെ, നെക്സ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം, അതും ധീവര സെക്ഷനാണ് വരുന്നത്, കാസർഗോഡ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം ഈഴവ, തീയ, ബില്ലവ കാറ്റഗറിയിൽ ഇടുക്കിയിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം ധീവര സെക്ഷന് ഇടുക്കിയിലും വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡേറ്റ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് 4th ജൂൺ 2025
LPS ജൂനിയർ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട് കാസർഗോഡ് വിളിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഷെഡ്യൂൾഡ് കാസ്റ്റിന് തിരുവനന്തപുരം കാസർഗോഡ് വിളിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS വിളിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റിനാണ്, 4 ഡിസ്ട്രിക്റ്റിലാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS ഷെഡ്യൂൾഡ് ട്രൈബ്, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS വിളിച്ചിട്ടുണ്ട്. ധീവര സെക്ഷന് വേണ്ടിയിട്ട് കോഴിക്കോടാണ്. അതുപോലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS SSCCക്കാർക്ക് വേണ്ടിയിട്ടാണ്, അത് ഡിസ്ട്രിക്റ്റ് കോഴിക്കോടാണ്. വീണ്ടും അറബിക് LPS ഷെഡ്യൂൾഡ് ട്രൈബിന് പാലക്കാട്, കണ്ണൂർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ അറബിക് LPS ഷെഡ്യൂൾഡ് കാസ്റ്റിന് 4 ഡിസ്ട്രിക്റ്റിൽ വിളിച്ചിട്ടുണ്ട്. വീണ്ടും അറബിക് LPS 4 ഡിസ്ട്രിക്റ്റിൽ ഷെഡ്യൂൾഡ് ട്രൈബിന് വിളിച്ചിട്ടുണ്ട്. മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ മുസ്ലിം കാറ്റഗറി വിളിച്ചിട്ടുണ്ട്, കണ്ണൂരിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ടീച്ചിങ് വാക്കൻസീസ് പറയാനുള്ളത്. അതുപോലെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു വിളിച്ചിട്ടുണ്ട്. SSCCക്കാർക്ക് വേണ്ടിയിട്ടാണ്, അതും കോഴിക്കോട്, വയനാടാണ് ജില്ല. ഇതെല്ലാം NCA നോട്ടിഫിക്കേഷൻസ് ആണ്. NCA എന്ന് പറയുമ്പോൾ ആ പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, വീണ്ടും ഉറുദു പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു ധീവര വിളിച്ചിട്ടുണ്ട്, വയനാടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ടീച്ചിങ് വാക്കൻസീസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഏതൊക്കെ കാറ്റഗറി ആണെന്നൊക്കെ നോക്കിയിട്ട് NCA നിങ്ങൾ യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ അപ്ലിക്കൻസൊക്കെ കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ള ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ എക്സാം NCA ആണെന്ന് കരുതി ആരും അപ്ലൈ ചെയ്യാതെയോ അല്ലെങ്കിൽ എഴുതാതെയോ ഇരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.